ഹലോ, കുറേ നാളുകളായില്ലേ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട്. അപ്പം നമുക്ക് ഇന്നൊന്ന് കുക്ക് ചെയ്യാം. ഇന്നത്തെ വിഭവം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ന് നമുക്ക് അല്പം കട്ട്ലേറ്റ് ആയാലോ. ഇന്ന് ഞാൻ അല്പം ചിക്കനും കൊണ്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇത് എല്ലോട് കൂടിയ 1.5 കിലോ ചിക്കൻ ഉണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഈ ചിക്കൻ പീസുകൾ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി അത് നമുക്ക് അടുപ്പത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനിയും ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് അല്പം ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുക്കാമേ. ഇനി നമ്മുടെ ചിക്കൻ എന്തായി നോക്കിയാലോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. അത് പിന്നെ ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് നല്ലതായിട്ട് വെള്ളം എല്ലാം പറ്റിച്ചിട്ട് വീണ്ടും തണുത്ത് കഴിഞ്ഞ് ഉള്ള അവസ്ഥയാണിത്. ഇനി നമുക്ക് ചില പീസിലൊക്കെ എല്ലുണ്ടായിരുന്നേ. ആ എല്ലെല്ലാം മാറ്റി കളഞ്ഞിട്ട് മാംസം മാത്രമായിട്ട് ഇളക്കി എടുത്ത് വേറെ പ്ലേറ്റിനകത്തോട്ട് വെച്ച് നമുക്ക് സ്പൂണും കൊണ്ടുവന്നത് പൊടിച്ച് ചെറിയ പീസുകളാക്കാമേ. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാമേ. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്ന് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഒരു 3 സവാള ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കും. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അതിനകത്തോട്ട് അല്പം കരിയാപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഈ പേസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് ഒരു 4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പച്ചമുളകൊക്കെ അതിനകത്തിട്ട് എല്ലാം മൂത്ത് ഈ കളറായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകപ്പൊടി. ഇപ്പോൾ ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കും. ചിക്കനും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് ആവിയും കൂടെ കയറ്റി തണുത്തെടുത്തതിന് ശേഷമുള്ള അവസ്ഥയാണിത്. തണുത്തതിന് ശേഷം വീണ്ടും കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കുക, ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഉരുളകളാക്കി കൈ വെച്ചുരുട്ടി കൈയുടെ വെള്ളയിൽ വെച്ചൊന്ന് പരത്തി നമുക്ക് എടുക്കാം. ഇനി ഉരുളയാക്കിയതെല്ലാം എടുത്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 4-5 പീസ് റസ്ക് ഒന്ന് പൊടിച്ചെടുത്തു. ഈ സമയം റസ്കിന് പകരം ബ്രെഡും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു 2 മുട്ട പൊട്ടിച്ചെടുത്ത് അതിനകത്തോട്ട് അല്പം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വയ്ക്കാമേ. അതിനുശേഷം നമ്മൾ ആ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് എടുത്ത് ആദ്യം മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കുക. അതിനുശേഷം റസ്കിൻ്റെ പൊടിയിൽ മുക്കി എടുത്ത് മാറ്റി വയ്ക്കുക. ഇനിയൊന്നുമില്ല. ഇനിയും നമ്മളൊരു പാനിനകത്തോട്ട് എണ്ണ ഒഴിക്കുക, അത് ചൂടാക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. ചൂടായതിന് ശേഷം നമുക്ക് ഈ കട്ട്ലേറ്റുകളൊക്കെ പെറുക്കിയിട്ട് 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നിടം വരെ തിരിച്ചു മറിച്ചു വിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കട്ട്ലേറ്റ് എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയില്ലേ, നമുക്കപ്പോൾ 2 കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം. സൂപ്പർ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്കിത് പോകും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഓക്കെ, ബായ്.